ومن سلك طريقا يلتمس فيه علما سهل الله له به طريقا إلى الجنة. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وبه نستعين ولا حول ولا قوة إلا بالله العلي العظيم. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് പഠിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമകൾ, ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിൻ്റെ അടിമകൾ എന്ന വിഷയത്തിലെ നമ്മുടെ പരമ്പര അതിൻ്റെ ഏറ്റവും അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും കാര്യങ്ങൾ അറിയാനും പഠിക്കാനുമുള്ള ഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിരിക്കുകയാണ്. അതിൽ നമ്മൾ പഠിച്ച ഇസ്ലാമിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ജീവിതത്തിൽ ഉൾപ്പെടുത്തി ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കട്ടെ. ഈ ഒരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു ക്വാളിറ്റിയായി ഇബാദുർ റഹ്മാൻ അവർ ജീവിതത്തിൽ സ്വീകരിക്കുന്ന ക്വാളിറ്റിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ഉപദേശങ്ങളെ കേൾക്കുമ്പോൾ ജീവിതത്തിൽ അതിനെ ഉപകാരപ്പെടുത്തുന്ന ആളുകളാണ് അവർ എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തന്നെ അത് നമ്മെ പഠിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. അള്ളാഹു പറയുകയാണ്, വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മം വ ഉംയാന. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആയാത്തുകളെ പറ്റി അവർക്ക് മുമ്പിൽ പറയപ്പെട്ടാൽ, അതുകൊണ്ട് അവർ ഉപദേശിക്കപ്പെട്ടാൽ, ലം യഖിറു അലൈഹ സുമ്മൻ വ ഉംയാന, അന്ധത ബാധിച്ച ആളുകളെപ്പോലെ, അതുപോലെ തന്നെ കാഴ്ചയില്ലാത്ത, കേൾവിയില്ലാത്ത ആളുകളെപ്പോലെ അവർ മാറിപ്പോവുകയല്ല ചെയ്യുന്നത്. അവർ കൃത്യമായി അതിനെ കേൾക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരാണ് എന്നാണ് അള്ളാഹു അവരെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ മഹാനായ മുഹമ്മദ് അമാനി മൗലവി അതിന് വ്യാഖ്യാനം നൽകിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം നൽകിയ വ്യാഖ്യാനത്തിൽ ഇങ്ങനെ കാണാം, അതായത് അള്ളാഹുവിൻ്റെ ആയത്തുകൾ മുഖേന ഉപദേശിക്കപ്പെടുന്ന അവസരത്തിൽ അവിശ്വാസികളും കപടവിശ്വാസികളും ചെയ്യാറുള്ളതുപോലെ അശ്രദ്ധയും അവഗണനയും അവർ കാണിക്കുകയില്ല. നേരെ മറിച്ച് കണ്ണും കാതും കൊടുത്ത് സശ്രദ്ധം അത് മനസ്സിലാക്കുകയും സബഹുമാനം അത് സ്വീകരിക്കുകയും ചെയ്യുവാൻ ആവേശപൂർവം തയ്യാറാവുകയാണ് അവർ ചെയ്യുക എന്നതാണ്. എത്രയോ വലിയ ക്വാളിറ്റിയായി അമാനി മൗലവി നൽകിയ ഈ വ്യാഖ്യാനത്തിൽ നിന്ന് വിശ്വാസികളുടെ ഈ ക്വാളിറ്റിയെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഉപദേശങ്ങളെ വിശ്വാസികൾക്ക് ഏറെ ഉപകാരപ്പെടുത്തുന്ന, അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതാണ് എന്ന് കൃത്യമായും ഈ ആയത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, എന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടായി എന്നതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ എത്രയും വലിയ മാറ്റങ്ങൾക്കും വലിയ സന്തോഷങ്ങൾക്കും വലിയ ഭാഗ്യങ്ങൾക്കും എല്ലാം കാരണമാകുന്നത് അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവർക്ക് ജീവിക്കുവാൻ ഈ ഭൂമിയിൽ അവസരം ലഭിച്ചു എന്നതുകൊണ്ട് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന നിർദ്ദേശങ്ങളെ, അള്ളാഹുവിൻ്റെ ആയാത്തുകളെ അവർക്ക് മുമ്പിൽ പറയപ്പെടുമ്പോൾ അവരുടെ ഈമാൻ അതിലൂടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. സൂറത്തുൽ അൻഫാലിലൂടെ അള്ളാഹു വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു, അള്ളാഹുവിൻ്റെ ആയത്തുകൾ, അള്ളാഹുവിനെ പറ്റി ഒക്കെ അവരുടെ മുമ്പിൽ പറയപ്പെട്ട് കഴിഞ്ഞാൽ, അവർ ഉപദേശിക്കപ്പെട്ട് കഴിഞ്ഞാൽ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കിടുകിടാം വിറക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും, അതിന് ഭയപ്പാടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. വൈദാ തുലിയത് അലൈഹിം ആയാത്തുഹു, അള്ളാഹുവിൻ്റെ ആയാത്തുകൾ അവർക്ക് മുമ്പിൽ ഓതപ്പെട്ടാൽ, സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ഓർമ്മപ്പെടുത്തുന്നു. അവർ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന, എല്ലാം അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്ന ആളുകളാണ് എന്ന് അള്ളാഹു അവരെ സംബന്ധിച്ച് പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. വഇദാ മാ ഉൻസിലത് സൂറത്തുൻ ഫമിൻഹും മൻ യഖൂലു അയ്യുകും സാദതുഹു ഹാദിഹി ഈമാന, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ആയാത്തുകൾ ഇറങ്ങുമ്പോൾ, അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂറത്തിലൂടെ, അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ പഠിപ്പിക്കുമ്പോൾ
അയ്യുക്കും സാദത്തുഹു ഹാദിഹി ഈമാന, ആർക്കാണ് ഇത് ഈമാൻ വർദ്ധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഫഅമ്മല്ലദീന ആമനു ഫസാദത്തുഹും ഈമാനൻ വഹും യസ്തബ്ശിറൂൻ, ഈമാൻ വർദ്ധിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ കൃത്യമായ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾക്കാണ് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈമാൻ വർദ്ധിക്കാൻ അള്ളാഹുവിന്റെ ആയത്തുകളും അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഓർമ്മകളും ദിക്റുകളുമെല്ലാം അവർക്ക് ഹേതുവാവുകയാണ്, കാരണമാവുകയാണ്. എന്നാൽ അതേ അവസരത്തിൽ മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ, അഥവാ അവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ, നന്ദി കെട്ട ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവരുടെ മനസ്സുകളിലുള്ള, അവരുടെ ഹൃദയങ്ങളിലുള്ള ആ ഒരു അസുഖം, അവരുടെ ഹൃദയത്തെ ബാധിച്ചിട്ടുള്ള ആ പ്രയാസം അത് വീണ്ടും വർദ്ധിക്കുന്ന സാഹചര്യമാണ്. ഫസാദത്തുഹും റിജ്സൻ ഇലാ റിജ്സിഹിം വമാതു വഹും കാഫിറൂൻ എന്നാണ് അല്ലാഹു സൂറത്തു തൗബയിലൂടെ അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ നദറ ബഅദുഹും ഇലാ ബഅദ് ഹൽ യറാകും മിൻ അഹദിൻ സുമ്മൻ സറഫു എന്ന് അവർ പറഞ്ഞ് അവർ മറ്റുള്ളവരിലേക്ക് നോക്കിക്കൊണ്ട് അവർ മാറിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ മാറിക്കളയുമ്പോൾ അവർ വിട്ട് പോകുമ്പോൾ സറഫല്ലാഹു ഖുലൂബഹും ബിഅന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ, അല്ലാഹു അവരുടെ ഹൃദയത്തെ തന്നെ മാറ്റിക്കളയുകയാണ്. അവർക്ക് മനസ്സിലാക്കാൻ, കാര്യത്തെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള ആ ഒരു അവസരം, ആ ഒരു പ്രാപ്തി അവർക്ക് വന്നെത്തിയിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് പഠിപ്പിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥമായി വിശ്വാസികളുടെ നിലപാട് ഇവിടെ കൃത്യമായി പഠിപ്പിക്കപ്പെടുകയാണ്. വിശ്വാസികൾക്കുള്ള നിലപാട് അള്ളാഹുവിന്റെ ആയത്തുകൾ അവരുടെ മുമ്പിൽ പറയപ്പെട്ടു കഴിഞ്ഞാൽ ഖർറു സുജ്ജദൻ വബുകിയ, അതിന്റെ മുമ്പിൽ അവർ കരഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തേടി അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുന്ന ആളുകളാണ് അവർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ഓർമ്മപ്പെടുത്തുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കണക്കിനുള്ള കാര്യങ്ങൾ മുഴുവനും സ്വഹാബികളെ ഓർമ്മപ്പെടുത്തുമ്പോൾ അവർ പരസ്പരം പല സന്ദർഭങ്ങളിലായി പറയാറുണ്ടത്രേ, ഇജ്ലിസ് ബിനാ നുഅ്മിൻ സഅതൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കിടയിൽ ചെന്നുകൊണ്ട് അവർ ഏത് അവസരത്തിലാണോ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കുവാനും ജീവിതത്തിൽ അത് ഉൾപ്പെടുത്തുവാനും സാധിച്ചപ്പോൾ അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കൂടുതൽ പഠിക്കുവാൻ അവർ അവസരമൊരുക്കുമായിരുന്നു. അതുകൊണ്ട് കുറച്ച് സമയം നമുക്ക് ഇരിക്കാം, അള്ളാഹുവിലുള്ള വിശ്വാസം നമുക്ക് വർദ്ധിപ്പിക്കാം എന്ന അർത്ഥത്തിൽ അവർ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം ഉദ്ധരിച്ചു വന്ന റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഉപദേശങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നീ അതിൽ ജീവിതത്തെ നീ തളച്ചിടണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നീ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കും ഉപദേശം നൽകണമെന്നാണ്. ഫദക്കിർ ഇന്ന ഫഅത്തിദ് ദിക്റ, നീ ഉപദേശം നൽകുക, ഉപദേശം ഉപകാരപ്പെട്ടാലോ എന്ന അർത്ഥത്തിലാണ്. സയദ്ദക്കറു മൻ യഖ്ശ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് ഉപദേശം ഉപകാരപ്പെടുമെന്നാണ്. വയതജന്നബുൽ അഷ്ഖ, എന്നാൽ നിർഭാഗ്യവാൻ അതിനെ തൊട്ട് മാറിക്കളയുമെന്നാണ്. അല്ലദീ യസ്ലൻ നാറൽ കുബ്ര, ആ നിർഭാഗ്യവാനായ ആ വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് പറഞ്ഞയക്കുമെന്നും അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, നമുക്ക് ഉപദേശിക്കാനേ അവസരമുള്ളൂ. ലസ്ത അലൈഹിം ബിമുസൈതിർ, ഒരു കാര്യം പറഞ്ഞ് മറ്റുള്ള വ്യക്തികളെ അടിച്ചേൽപ്പിക്കാൻ, അവരെ ആ കാര്യം നിർബന്ധിക്കാൻ നമുക്ക് അനുവാദമില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ മറ്റുള്ളവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു തലമാണ് നമ്മൾ ഇവിടെ പറഞ്ഞു വന്നിട്ടുള്ളത്. ഇല്ലാ മൻ തവല്ല വകഫർ ഫയുഅദ്ദിബുഹു അല്ലാഹുൽ അദാബൽ അക്ബർ, നമ്മൾ ഉപദേശിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അത് കേട്ട് ജീവിതത്തിൽ ഉൾപ്പെടുത്തി ജീവിതത്തെ നന്നാക്കുക മാത്രമാണ് അവരുടെ മേൽ ബാധ്യതയായിട്ടുള്ളത്. അതെല്ലാം മറിച്ചാണ് അവരുടെ നിലപാട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അവരുടെ വിഷയത്തിലെടുത്ത തീരുമാനത്തെ വളരെ ഭംഗിയായി അവൻ നടപ്പിലാക്കിക്കൊള്ളുമെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ച് നമ്മൾ നിർവൃതി അടയുകയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. ആ അർത്ഥത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയും അള്ളാഹുവിന്റെ ഉപദേശങ്ങളെ കേൾക്കുകയും കൂടുതൽ ഈമാൻ വർദ്ധിക്കാനുള്ള അവസരങ്ങളായി അതിനെയെല്ലാം മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ വളരെ സുന്ദരമായ ഒരു ജീവിതം കാഴ്ചവെക്കുകയും ചെയ്യുക. അതിന്റെ കൂടെ തന്നെ മറ്റുള്ളവർക്ക് അള്ളാഹുവിന്റെ മാർഗത്തെപ്പറ്റി കൃത്യമായ ഉപദേശം നൽകിക്കൊണ്ട് അങ്ങനെയൊരു പ്രബോധന ജീവിതവും നമ്മൾ കൂടെ കൂട്ടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ജീവിക്കുന്ന വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വമൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ സഹ്ഹല അല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്നah.